ഡെയിലി ഇങ്ങനെ പണിയെടുത്ത് ഞാനിപ്പോ ബംഗാളിയാണോ മലയാളിയാണോ എന്നൊരു സംശയം. ബംഗാളിക്ക് എന്തായാലും ആശാന്റെ കളർ കിട്ടത്തില്ല സാറേ. സൂക്ഷിച്ചില്ല, ഇന്ന് അടുത്ത കാലൊടിയും. ഇവിടെ ആരും ഇല്ലേ? ഇതൊന്ന് പിടിയടാ. നീ അങ്ങോട്ട് നോക്കിക്കാതെ ഇങ്ങോട്ട് നോക്കടാ. നീ മേലോട്ട് കയറ്. ഇനി കുന്തം പിടിച്ചാൽ ഇവിടെ നിൽക്ക്, പടയാളി നിൽക്കുന്ന പോലെ. ഇതിവിടെ വെച്ചിട്ട് ബാക്കി സാധനം പഠിച്ചു വരാം. ഒരു കാര്യവും ചെയ്യത്തില്ല. സാധനങ്ങൾ എടുത്തോളൂ. ചക്ക കൊല കുത്തിക്കിടക്കും, മുറിക്കാൻ തോന്നുന്നു. ഉള്ളവനങ്ങ് മലമറിച്ച് കായ്ച്ചു കൊടുക്കും. നമുക്കാണെങ്കിലോ സാറൊന്നും വിചാരിക്കില്ലേ, ഞാൻ ഇങ്ങോട്ട് വരാൻ ഇറങ്ങിയപ്പോഴാണ് ഒരു കോള് വന്നത്. അമ്മൂമ്മയ്ക്ക് സുഖമില്ലെന്നും പറഞ്ഞു. അല്ല, അമ്മൂമ്മയ്ക്ക് സുഖമില്ലെന്നും പറഞ്ഞു. ഉറങ്ങുന്ന പോലെ ഇടക്കോ ഏതാണ്ട് അസുഖമാണെന്ന് പറഞ്ഞ് പെണ്ണുമ്പിള്ള ഭയങ്കര കരച്ചിൽ. ഞാൻ പിന്നെ അവിടെ ചെന്ന് നോക്കിയിട്ട് ഞാൻ പറഞ്ഞു ഇത് അസുഖമൊന്നുമല്ല, മരിച്ചു പോയതാന്ന് പറഞ്ഞു. പിന്നെ അതിന്റെ മാവ് വെട്ടും. നിങ്ങൾ വാചോടിക്കാതെ പെട്ടെന്ന് കയറി മുറിക്കാൻ നോക്ക്. ഞങ്ങൾ ഇവിടെ സാറേ നിൽക്കുന്നത്, ഇങ്ങോട്ട് പറഞ്ഞ പോലെ. ഒരൊറ്റ കൊമ്പോല വീഴത്തില്ല. ഒരു പ്ലാവിലെ പോലെ അപ്പുറത്ത് വീഴരുത്. ദൈവമേ, ഒരു ചെറിയ പ്രാർത്ഥന. ആചാരം വന്നേ, ഒരു വീടിനെയാണ് ഞാൻ നശിപ്പിക്കുന്നത്. ഈ അണ്ണാനെ കിളികള് ഓന്തിന്റെ ഒക്കെ ശാപം കിട്ടിക്കഴിഞ്ഞാല് ഭയങ്കര ശാപമാണ്. അപ്പൊ ഞാൻ മുറിച്ചോട്ടെ? വേണ്ട, മരം വെട്ടണ്ട. ഇതിപ്പോ ആരുടെ പ്ലാവ്? നിങ്ങളതങ്ങ് മുറിക്കും. മരം മുറിക്കണ്ട, ഞങ്ങൾ ഇവിടെ വിട്ട് പോകും. ഇതാണ് ഓണർ. ഈ കൊച്ചിനെ കണ്ട നമ്മുടെ കാഞ്ഞിരപ്പള്ളിയിലെ ശോശാമ്മയുടെ ഇളയ മോനെ പോലെ ഉണ്ടല്ലയോ? എന്തുവാ അവന്റെ പേര്? നീ ഇവിടെ ചുമ്മാ ഭാഗത്തോട്ടിരുന്ന് സംസാരിക്കും. വേണ്ട സാർ, ഇവിടെ മതി. എന്നാ പിന്നെ അഡ്വാൻസ് അങ്ങ് കൊടുത്താട്ടെ. നല്ല പൊലിക്കുന്ന കയ്യാ. അയ്യോ ചേച്ചി, അയ്യോടി, എത്ര നാളായി കണ്ടിട്ട്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ടടി. പിന്നെ പറയാം, അഡ്വാൻസ് കൊടുക്കട്ടെ. മോളെ കിഴക്കോട്ട് തിരിഞ്ഞില്ല മോളെ. ഓ, ഇതിന് കിഴക്കും വടക്കും ഒന്നും അറിയത്തില്ലെന്ന് തോന്നുന്നു. ദേ ഇങ്ങോട്ട് നീങ്ങി എന്നാട്ടെ, ഇങ്ങോട്ട് നീങ്ങി എന്നാട്ടെ മോളെ. ഇവിടെ നിൽക്ക്. ഈശോ, ഈ കൊച്ചാണ്ട കരയുന്നു. വാങ്ങിക്ക്. പിന്നെ ഞാൻ കൊടുത്തിട്ട് വേണ്ടേ മേടിക്കാൻ? കരഞ്ഞോണ്ടാണോ കാശ് വാങ്ങിക്കുന്നേ? ഇതിപ്പോ ഗതികെട്ടുള്ള വിൽപ്പനയല്ലയോ? അതാ കണ്ണു നിറഞ്ഞത്. എനിക്കറിയാം, ഇത് നേരെ ചൊവ്വയുള്ള ഇടപാടല്ല, ഇല്ലയോ? എന്റെ കർത്താവേ, 10-30 കൊല്ലം താങ്ങും തണലുമായിട്ട് നിന്ന് ഈ മിണ്ടാപ്രാണിയെ വെട്ടാൻ പോന്നോ? എന്റെ പൊന്നുമക്കളെ, ഇതൊക്കെ കണ്ട ചേട്ടത്തിക്ക് വിഷമ. അതുകൊണ്ടാ. മരമായാലും ശരി, വീട്ടിൽ വളർത്തുന്ന പട്ടിയും പൂച്ച ആയാലും ശരി, എനിക്ക് സ്വന്തം മക്കളെ പോലെയാ. നമുക്ക് 3 മക്കൾ വേറെ ഇല്ല. ഇത് വീട് എന്നിട്ട് അതങ്ങോട്ട് കൊടുക്കും. ഓ, ഇതാകെ മൊത്തം ശകനപ്പഴയാ. ഇവിടെ വെട്ടല്, അവിടെ കരച്ചില്. ശരിയാവും തോന്നുന്നില്ല. ഈ മരക്കൊമ്പ് ചാഞ്ഞ കാരണമാണ് നമുക്ക് ഈ ബില്ല് കിട്ടിയത്. വഴക്കും ബഹളും ഒക്കെ ആയി. വിളിച്ചപ്പോ ഞാൻ പറഞ്ഞില്ലായിരുന്നു? ഓ, അതാന്നോ? ഓ, ഇനിയിപ്പോ അതും പറഞ്ഞോണ്ട് ചൈൻ ചെയ്യില്ലേ. എടാ കൊച്ചനെ, ഈ 1.5 ചാൻ മരക്കൊമ്പേല ഈ 2 വീട്ടുകാരുടെ അഭിമാനം കൂടി കൊള്ളുന്നു. ഇനിയിപ്പൊ ചുമ്മാ തരാമെന്ന് പറഞ്ഞാലും ഈ വീട് എനിക്ക് വേണ്ട. താമസിക്കുന്നവരുടെ മനസ്സാ വീടിനെ കെട്ടതും നല്ലതുമാക്കുന്നത്. എന്റെ പൊന്നു ചേച്ചി, ഈ എസ് എന്ന് പറഞ്ഞു തീർത്താൽ ഈ മരം വെട്ടി ചായ്ക്കാൻ. അയ്യോ, പണ്ടവർ ഒറ്റ വീട്ടിലായിരുന്നു താമസം. അന്ന് അവിടെ ചെടിയും മരവും ഒന്നും ഉണ്ടായിരുന്നില്ല. കാണും, അതേ നിലയും വീണിട്ടുണ്ടാവും. അതും ഒറ്റ വീട്. ഇവിടെ ഇപ്പൊ ഇടയ്ക്കൊരു മതില് വന്നു, അതിരും വന്നു. എടോ, താൻ ക്രിസ്ത്യാനിയാണോ? ചേച്ചി ഇതുവരെ ആയിരുന്നു, ഇനി അങ്ങോട്ട് എന്തുവാന്ന് എനിക്കറിയില്ല. വിശുദ്ധ വാക്യത്തിൽ എന്തുവാടോ പറയുന്നേ? എനിക്കറിയത്തില്ല. ചേച്ചി പറഞ്ഞു തരുന്നോ അതോ ഞാൻ വീട്ടിൽ പോയി ബൈബിൾ എടുത്തോണ്ട് വരണോ? വേണ്ട, ഞാൻ പറഞ്ഞു തരാം. നിലത്തിൽ പണിയുന്ന മതിലിനൊപ്പം നീ മനസ്സേലും മതിൽ കെട്ടുന്നു. അതോടെ നിന്റെ സഹോദരനായിരുന്നവൻ നിന്റെ അയൽക്കാരനായി മാറുന്നു. അന്ന് നീ അവന് വേണ്ടി ചാകാൻ നടക്കുന്നു.
ഇന്ന് അവനെ കൊല്ലാൻ നടക്കുന്നു. എന്തായാലും ഈ വീട് ഞാൻ വാങ്ങിക്കുന്നില്ല. അത് പിന്നെ ചേച്ചി ഉം? ഇപ്പൊ പറഞ്ഞ വിശദവാക്യം എത്രയാന്നാ പറഞ്ഞേ? അത് ഞാൻ പറഞ്ഞില്ലല്ലോ. എന്റെ മനസ്സിൽ തോന്നിയത് ഞാൻ പറഞ്ഞു. വിശുദ്ധവാക്യം എന്നൊക്കെ പറഞ്ഞാലേ നീയൊക്കെ ഒന്ന് ശ്രദ്ധിക്കത്തുള്ളൂ. എടി അതെ, നമുക്ക് പിന്നെ കാണാം. പിന്നെ കാണുന്നു. ആലീസേ, മിണ്ടാതെ ഇങ്ങോട്ട് വരാൻ. ഞാൻ വീട് വാങ്ങിക്കാൻ നടക്കുന്നു. സത്യത്തിൽ കഥ എന്താന്ന് എനിക്ക് മനസ്സിലായില്ല. മനസ്സിലായില്ലയോ? നീ മേളി സിനിമ കാണോ വരുന്നടാ? ഞാൻ ഇവിടെ കിടന്ന് ഒരു ഇത് വെട്ടണോ വേണ്ട എന്ന് പറഞ്ഞു. സാറേ, ഞങ്ങൾ നിൽക്കണോ പോണോ? അതിനും മുഖത്ത് നോക്കുവാണോ? ഒന്നും പറഞ്ഞ് രണ്ടാമത്തേനും മുഖത്ത് നോക്കുന്നു. ഇപ്പൊ ചിരിക്കുന്നത് എന്താ ഇത്? ഇനിയിപ്പം മരപ്പുറത്ത് നടക്കും തോന്നില്ല, മതിലുകൊളുപ്പ് നടക്കും. ഇവിടെ കുറെ ഉണ്ടല്ലോ. കൊട്ടേഷൻ പിടിക്കാം, പാ. അപ്പോഴേ ഇനി എൻ്റെ ഒരു വിശുദ്ധവാക്യം ഞാൻ പറയാം. അസഹിഷ്ണുതയുടെ ഈ കാലത്ത് മനുഷ്യർക്കിടയിൽ, അത് വീടുകളായാലും ശരി രാജ്യങ്ങളായാലും ശരി, മതിലുകളല്ല പാലങ്ങളാണ് പണിയേണ്ടത്. അല്പം സാഹിത്യം ചേർത്ത് പറഞ്ഞാൽ മനസ്സുകൾ തമ്മിലുള്ള പാലങ്ങൾ. അല്ല, ഞാനിതൊക്കെ പറഞ്ഞെന്നേ ഉള്ളൂ. എടുക്ക്, ഇന്നത്തെ സ്പെഷ്യലാ. നിന്റെയൊക്കെ ഈഗോ മാറുന്നതിന്റെ അടുത്ത ദിവസം എന്റെ വീട്ടിൽ വെച്ചൊരു പാർട്ടി ഞാൻ പണ്ടേ തീരുമാനിച്ച. ഈഗോ? ആർക്ക് ഈഗോ? ഈ സാർ എന്തൊക്കെയാ പറയുന്നത് അബു? സാറല്ല, ചേട്ടൻ. ഹായ്, ഇത് കൊള്ളാലോ. എന്താ ഐറ്റം? ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ, ചക്കമലാടു. ചേട്ടൻ്റെയാണോ? ഇതാ, ഇത് ചക്കപ്പായസം. മൊത്തം ചക്കയാണ്. നിന്റെയൊക്കെ ചക്കയുടെ കൊതി ഇന്നത്തോടെ തീരണം. പറയാൻ പാടില്ല, എന്നാലും പറയാം. കൃത്യം അവിടെ തന്നെ കൊണ്ട് പ്ലാവ് നട്ടവൻ അവനെന്നല്ല, അവന്റെ പരമ്പര പോലും ഗുണം പിടിക്കില്ല.